പാലക്കാട് പൊൽപ്പുള്ളിയിൽ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ പൊട്ടിത്തെറിച്ച സംഭവത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുട്ടികളിൽ ഒരാൾ മരിച്ചു. 4 വയസ്സുകാരി എംലീന മരിയ മാർട്ടിനാണ് മരിച്ചത്. മറ്റൊരു കുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. കുട്ടികളുടെ അമ്മ എൽസിക്ക് 85% പൊള്ളലുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, ഈ കുട്ടികളിൽ ഏറ്റവും ഇളയ കുഞ്ഞ് എംലിന മരിയ മാർട്ടിൻ ആണ് മരിച്ചത്. 4 വയസ്സാണ് ഈ കുഞ്ഞിന്. ഇന്നലെ രാത്രിയോടുകൂടി എൽസിയെയും എംലിനെയും ആൽഫ്രഡിനെയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. എംലിനയുടെ പൊള്ളലിൻ്റെ ശതമാനം എന്ന് പറയുന്ന 60%. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു കുഞ്ഞ് കഴിഞ്ഞിരുന്നത്. 2:30 മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. നിലവിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മൃതശരീരം സൂക്ഷിച്ചിട്ടുള്ളത്. അപകട മരണമായതുകൊണ്ട് തന്നെ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇവിടെ തന്നെയാണ് ഈ കുട്ടിയുടെ അമ്മ എൽസിയും സഹോദരങ്ങളായിട്ടുള്ള ആൽഫ്രഡ്, അതോടൊപ്പം തന്നെ അലീന, ഇവർ 3 പേരും ചികിത്സയിൽ തുടരുന്നത്. ഇതിൽ എൽസിയുടെ പൊള്ളൽ 45% ഉള്ളത്. അതോടൊപ്പം തന്നെ ആൽഫ്രഡിൻ്റേത് 75%. അലീന അപകടനില തരണം ചെയ്തു. അതായത് ഈ കുട്ടികളിൽ ഏറ്റവും മൂത്തയാൾ അപകടനില തരണം ചെയ്തു എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഏറ്റവും ഇളയ കുഞ്ഞിൻ്റെ മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്നലെ, അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്കായിരുന്നു ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് കാറിന് തീ പിടിക്കുകയായിരുന്നു. 5 പേർക്കായിരുന്നു പരിക്കേറ്റത്. എൽസിയുടെ അമ്മ ഡെയ്സി ഉൾപ്പെടെ 5 പേർക്കാണ് പൊള്ളലേറ്റത്. എൽസിയുടെ അമ്മ ഡെയ്സിയുടെ പരിക്ക് ഗുരുതരമായിരുന്നില്ല. അതുകൊണ്ട് പാലക്കാട് തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ കുട്ടികളെ രക്ഷിക്കുന്നതിനിടയിലാണ് എൽസിയുടെ അമ്മയ്ക്ക് പൊള്ളലേറ്റത്. എൽസിയാണ് കുട്ടികളെ കാറിൽ നിന്ന്, അതായത് പരിക്കേറ്റ കുഞ്ഞുങ്ങളെ കാറിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചത്. ഈ ഒരു നിലവിൽ ഫയർഫോഴ്സ് സംഘം കാർ പരിശോധിച്ചിരുന്നു. അതിൽ നിന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഈ കാറിൻ്റെ ബാറ്ററിയുടെ ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറിക്ക് കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണം ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഒരു കുഞ്ഞ് മരിച്ചിട്ടുള്ളത്. എന്തായാലും ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളാണ് ഇക്കാര്യത്തിൽ പൂർത്തിയാക്കേണ്ടത്. എംലിന മരിയ മാർട്ടിൻ്റെ മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ആശുപത്രി വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. വിഷ്ണു, ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.